തിരുനാവായ മഹാകുംഭമേളയിൽ സൂഫി മതവിശ്വാസികൾ പങ്കെടുത്തിരുന്നു. ഇത് പലരിലും സംശയം സൃഷ്ടിച്ചു. കാരണം ഈ സൂഫിസം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ്. കാരണം അതിലെ മത തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ആ തരത്തിലുള്ള ഏതെങ്കിലും അട്ടിമറിക്ക് വേണ്ടിയാണോ ഇത് എന്ന് സംശയിച്ചതിൽ തെറ്റ് പറയാനൊക്കില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, വ്യാജന്മാരല്ലെങ്കിൽ. കാരണം സൂഫിസം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തെ തന്നെയാണ് പേറുന്നത്. അനൽ ഹക്ക്, അഹം ബ്രഹ്മാസ്മി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ബ്രഹ്മമാകുന്നു. ഇതാണ് ആ ഫിലോസഫി. അവർ ശബരിമല ക്ഷേത്ര സന്നിധിയിലും പോയി എന്ന് പറഞ്ഞു. അവിടെയും അവർക്ക് പ്രവേശിക്കാൻ അർഹതയുണ്ട്. കാരണം തത്വമസി, അത് നീ തന്നെയാകുന്നു. ആ ഈശ്വരൻ നീ തന്നെയാണ്. അത് തന്നെയാണ് സൂഫിസവും. അപ്പോൾ അവർ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ തരത്തിലുള്ള മേളകളിലും പങ്കെടുക്കുന്നതിനെ അത്ര സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ ഈ വസ്തുത ഇന്ന് നമ്മുടെ ഹൈന്ദവർക്ക് അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മുടെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സൂഫി മതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മൻസൂർ അലി ഹലാൽ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ്. അദ്ദേഹം ഈ ഫിലോസഫി സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് അനുഭവിച്ച് ജീവിച്ച ഒരു സന്യാസി തന്നെയായിരുന്നു. അദ്ദേഹം തെരുവിലൂടെ നടക്കുമ്പോൾ അനൽ ഹക്ക്, ഐ ആം ദ ഗോഡ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് നടന്നത്. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അള്ളാഹയെയോ പ്രവാചകനെയോ അവഹേളിക്കുന്നത് ശിക്ഷാർഹമാണ്. നമുക്കറിയാം, എതിർ ദിശയിൽ നിന്നും കൈകളും കാലുകളും വെട്ടിമുറിക്കുക എന്നുള്ളതാണ് ഒരു ശിക്ഷ. ഇവിടെ മൻസൂർ ഇങ്ങനെ അനൽ ഹക്ക് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞപ്പോൾ, അത് അള്ളാഹയെ വിമർശിക്കുന്നതായിട്ട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഈ മൻസൂറിനെ ശിക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. മൻസൂറിൻ്റെ ഒരു ദിശയിൽ ഉള്ള കാലും എതിർ ദിശയിലുള്ള കൈയും വെട്ടി. മൻസൂർ പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ദിശകളിലുള്ള കൈയും കാലും വെട്ടി. അപ്പോഴും മൻസൂർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, ഇടാ മൻസൂറെ, നിന്റെ കൈകാലുകൾ വെട്ടി മാറ്റിയിരിക്കുന്നു, നീ ഒരു പിണ്ടം മാത്രമാണ്, എന്നിട്ടും നീ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മൻസൂർ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് എന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈശ്വരനാണ്. എന്നിൽ കുടികൊള്ളുന്ന ഈശ്വരീയ ചൈതന്യമാണ്. അതിനെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇതായിരുന്നു മൻസൂറിൻ്റെ മറുപടി. ഇത് തന്നെയാണ് ഹിന്ദു ഫിലോസഫി. അപ്പോൾ ഈ ഹിന്ദു ഫിലോസഫി ആചരിക്കപ്പെടുന്ന, അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളിൽ അവർ ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ഡാൻസും ഭജനയും ഹിന്ദു സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, എല്ലാ ദിവ്യപുരുഷന്മാരും നൃത്തത്തിലൂടെ ഒരു അതീന്ദ്രിയാവസ്ഥയിൽ എത്തിച്ചേരുന്ന വസ്തുത. നൃത്തം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആർട്ടാണ്, ഒരു സമ്പൂർണ്ണ കല. എല്ലാ കലകളും അതിൽ സമന്വയിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുവനെ അവൻ്റെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുതന്നെയാണ് സൂഫികളും അനുഷ്ഠിക്കുന്നത്. അവർ പാടുന്നു, നൃത്തം ചെയ്യുന്നു, ആനന്ദ നൃത്തം ചെയ്യുന്നു. അവൻ ആ ഞാനെന്ന ഈശ്വരനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ മൻസൂറിന് കൈകാലുകൾ ഛേദിക്കപ്പെട്ടപ്പോൾ പോലും പൊട്ടിച്ചിരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അവരെ നിരീക്ഷിക്കണം, വിലക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ കാലഘട്ടത്തിലെ വളരെ പ്രകടമായി വളർന്നു വരുന്ന ഹൈന്ദവ വിശ്വാസവും അതിൻ്റെ ആചാരങ്ങളും അതിൽ ദിനംപ്രതി തടിച്ചുകൂടുന്ന ജനസംഖ്യയും കാണുമ്പോൾ ഇതര മതസ്ഥർക്ക് വെപ്രാളവും അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം വരാം. ആ രീതിയിൽ ചില
കപട വേഷധാരികളായിട്ടാണോ ഇവർ വന്നത് എന്നുള്ളത് മാത്രം പരിശോധിക്കുക. അവർ യഥാർത്ഥ സൂഫികൾ ആണ് എങ്കിൽ അവരെ ഈ ശബരിമലയിലേക്കും ഈ തരത്തിലുള്ള കുംഭമേളകളിലേക്കും നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളിലേക്കുമൊക്കെ ക്ഷണിക്കാനും പങ്കെടുപ്പിക്കാനും അർഹതപ്പെട്ടവരാണ് എന്നുള്ളതാണ് വസ്തുത.